ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. നെയ്മീൻ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ പിഴിയുന്നതിന് വേണ്ടി തേങ്ങ നന്നായിട്ട് പൂളിയെടുക്കുക. പൂളി വെച്ചേക്കുന്ന തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങകൾ നല്ലതുപോലെ ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിയുന്നതിന് വേണ്ടി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഒന്നാം പാല് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്ന് അല്പം വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് രണ്ടാം പാൽ തയ്യാറാക്കാം. അങ്ങനെ നമ്മൾ രണ്ടാം തേങ്ങാപ്പാലും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്മീൻ വറുക്കുന്നതിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി നെയ്മീനും ഇട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വറുക്കുന്നതിന് ആവശ്യമായിട്ടൊരു പാൻ അടുപ്പ് ചൂടാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഓരോ നെയ്മീൻ പീസും നല്ലതുപോലെ അടുക്കി വെച്ചുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നെയ്മീൻ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ പൊടിയാതെ സൂക്ഷിച്ച് വേണം നമ്മൾ മറിക്കാനായിട്ട്, ഇല്ലെങ്കിൽ മീൻ ചെറുതായിട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് മറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 വശവും വറുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് കറി വയ്ക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു പാൻ അടുപ്പ് ചൂടാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 5 കാഷ്യൂ നട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു 10-12 ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി അതൊന്ന് കോരി മാറ്റാം. നമുക്ക്
ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എന്നിവ നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ചെറിയൊരു ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം ഒന്ന് മാറുമ്പോൾ അതിലേക്ക് 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിളയ്ക്കാറാവുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന നെയ്മീൻ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൂടെ ഒന്ന് കൊടുക്കണം. മീൻ പൊടിയാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1 തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അധികം തിളപ്പിക്കാതെ തന്നെ നമുക്കെടുക്കാം. അപ്പോഴേക്ക് തീ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മീൻ പൊടിയാതെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ നെയ്മീൻ ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്.